തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവം ഡിസംബർ 26 മുതൽ ജനുവരി 6 വരെ ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സമയബന്ധിതമായി ദർശനം പൂർത്തിയാക്കുന്നതിന് വെർച്വൽ ക്യൂ സംവിധാനം മുൻ വർഷത്തെ പോലെ തന്നെ ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെർച്വൽ ക്യൂവിൻ്റെ ബുക്കിംഗ് ഡിസംബർ 17 ആരംഭിച്ചു. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിനായി ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റായ www.തിരുവൈരാണിക്കുളം.temple.org എന്ന സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്ന ഒരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർച്വൽ ക്യൂവിൻ്റെ പേജിലേക്ക് ഈ സൈറ്റ് നിങ്ങളെ കൊണ്ടുപോകും. ആ വെർച്വൽ ക്യൂവിൻ്റെ സൈറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രജിസ്റ്റർ എന്നും ലോഗിൻ എന്നും രണ്ട് ഓപ്ഷൻ കാണും. ആദ്യമായി നമ്മളിത് രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ചെന്ന് നമ്മുടെ ഫോൺ നമ്പർ, ഒരു തിരിച്ചറിയൽ കാർഡിൻ്റെ രേഖ, അതിൻ്റെ നമ്പർ, ഫോൺ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് അതിൽ നൽകുമ്പോൾ നമുക്ക് ഒരു OTP, ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മൊബൈലിലേക്ക് വരും. ആ വെരിഫിക്കേഷൻ കോഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളതിൻ്റെ പച്ച ടിക്ക് മാർക്ക് അതിൽ കാണിക്കും. അതിനുശേഷം നമുക്ക് ലോഗിനിലേക്ക് കടക്കാം. ലോഗിൻ ചെയ്യേണ്ടത് ഫോൺ നമ്പറും ഒരു പാസ്വേഡും നമ്മൾ കൊടുക്കുകയാണ്. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്കിങ്ങിൻ്റെ സൈറ്റിലേക്ക്, ബുക്കിങ്ങിൻ്റെ പേജിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാവുകയാണ്. അവിടെ ഓരോ ദിവസത്തെയും, അതായത് ഇപ്പോൾ 26-ാം തീയതി നട തുറക്കുമ്പോൾ രാത്രി 8:30 മുതൽ 9:30 വരെയാണ് സ്ലോട്ട് ഉള്ളത്. 1 മണിക്കൂറാണ് സ്ലോട്ട് ഉള്ളത് നട തുറക്കുന്നതെന്ന്. പിറ്റേന്ന് മുതൽ രാവിലെ 4 മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 9 മണി വരെയും ബുക്കിംഗ് സ്ലോട്ടുകളുണ്ട്. ആ ബുക്കിംഗ് സ്ലോട്ടിൽ നമുക്ക് ഏത് ദിവസമാണ് നമ്മൾ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വരാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സമയത്താണ് വരാൻ ഉദ്ദേശിക്കുന്നത്, ആ സ്ലോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേര് അത് വരുന്നുണ്ട് എന്നതിൽ ഓപ്ഷൻ ചോദിക്കും. അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു ഫോൺ നമ്പർ വഴി ഒരു എൻട്രിയിൽ 6 പേർക്കാണ് ബുക്കിംഗ് ലഭിക്കുന്നത്. അത് 6 പേരിൽ കൂടുതലുണ്ടെങ്കിൽ മറ്റൊരു ഫോൺ നമ്പർ കൊടുത്ത് വീണ്ടും ഒരു രജിസ്ട്രേഷൻ എടുത്ത് ഒരാൾ കൂടി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. 6 പേർക്ക് ഒരു എൻട്രി വഴി നമുക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് കിട്ടും. അങ്ങനെ ആ ബുക്കിംഗ് പൂർത്തീകരിക്കുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ സ്ലിപ്പ് കിട്ടും. അത് ഒന്നുകിൽ ഹാർഡ് കോപ്പി കൊണ്ടുവരിക, അല്ലെങ്കിൽ മൊബൈലിൽ അത് കൊണ്ടുവന്നാൽ മതി. അത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടുകളായിട്ടുള്ള കൈലാസം, സൗവർണിക എന്നീ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലെ വെരിഫിക്കേഷൻ കൗണ്ടറിൽ ആ രജിസ്റ്റർ ചെയ്ത രസീത് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാർകോഡ് അവർ റീഡ് ചെയ്ത് ദർശനത്തിനുള്ള പാസ് തരും. ആ പാസുമായി നേരെ വെർച്വൽ ക്യൂവിൻ്റെ ഗ്രൗണ്ടിൽ ക്യൂ കോംപ്ലക്സിൽ എത്തിച്ചേരുകയും അവിടെ ആ പാസ് കാണിച്ച് ക്യൂ കോംപ്ലക്സിൽ പ്രവേശിച്ച് ഉടനെ തന്നെ വഴിപാട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ കൗണ്ടറിൽ നിന്ന് വഴിപാടും വാങ്ങി നേരെ ക്ഷേത്രത്തിൽ അകത്ത് കയറി ദർശനം പൂർത്തിയാക്കാം. ഈ ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകേണ്ട വഴിപാട് സാധനങ്ങളുടെ കൗണ്ടർ മാത്രമാണ് ഉള്ളത്. ദർശനം കഴിഞ്ഞ് നാലമ്പലത്തിന് പുറത്തേക്ക് വരുമ്പോഴാണ് പറ നിറയ്ക്കാനുള്ള കൗണ്ടറുകളും നിവേദ്യ പ്രസാദങ്ങളായിട്ടുള്ള അരവണ, അപ്പം, അവൽ തുടങ്ങിയവയ്ക്കുമുള്ള കൗണ്ടറുകൾ പുറത്താണ്. അത് ദർശനത്തിന് ശേഷം പുറത്തിറങ്ങി ഭക്തജനങ്ങൾ വാങ്ങേണ്ടതാണ്.